അരുംകൊല ചെയ്യപ്പെട്ട മകനെ ഓർത്ത് 2 പതിറ്റാണ്ടായി കണ്ണീര് തോരാത്ത ഒരമ്മയുണ്ട് തലസ്ഥാന നഗരത്തിൽ. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉരുട്ടിക്കൊലക്കിരയായ ഉദയകുമാറിൻ്റെ അമ്മ പ്രഭാവതി. എന്തുകൊണ്ടാണ് ആ അമ്മയുടെ കണ്ണീർ നീതിപീഠം കാണാതെ പോയത്? കോളിളക്കം സൃഷ്ടിച്ച കേസിൽ പ്രതികൾക്ക് അനുകൂലമായി ഹൈക്കോടതി വിധി പ്രസ്താവിക്കാനിടയായ സാഹചര്യം എന്താണ്? ഉരുട്ടിക്കൊലക്കേസിൽ മുഴുവൻ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടപ്പോൾ ഞെട്ടലിലാണ് കേരളം. 1-ാം പ്രതിയുടെ വധശിക്ഷയും കോടതി റദ്ദാക്കി. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് വ്യക്തമാക്കിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിലാണ് മുഴുവൻ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടത്. CBI കോടതി ശിക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ K. ജിതകുമാർ, DYSP ആയിരുന്ന അജിത് കുമാർ, SP മാരായിരുന്ന EK സാബു, TK ഹരിദാസ് എന്നിവരെയാണ് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV വിജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടത്. 1-ാം പ്രതി ജിതകുമാറിന്റെ വധശിക്ഷയും കോടതി റദ്ദാക്കി. CBI കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച 2-ാം പ്രതി ശ്രീകുമാർ 2020-ൽ മരിച്ചിരുന്നു. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് കോടതി നിരീക്ഷിച്ചു. CBI അന്വേഷണവും അവർ സ്വീകരിച്ച പ്രോസിക്യൂഷൻ നടപടികളും നിയമവിരുദ്ധമാണെന്നും കോടതി കണ്ടെത്തി. വിധിയോട് ഏറെ വൈകാരികമായിരുന്നു ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതിയുടെ പ്രതികരണം. തന്റെ മകനെ പച്ചയ്ക്ക് തിന്നവരെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. ഹൃദയമുണ്ടെങ്കിൽ കോടതി ഇങ്ങനെ പറയില്ല. കേസ് അട്ടിമറിക്കാൻ ആരോ കളിച്ചുവെന്നും പ്രഭാവതി ആരോപിക്കുന്നു. ഇനി എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ പറഞ്ഞു തരി, എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്ന്. നിങ്ങളെല്ലാവരും അന്ന് നിന്നല്ല, നിങ്ങൾ പറഞ്ഞു തരി, നിങ്ങളൊരു വാക്ക് പറഞ്ഞു തരി, എന്തൊക്കെ ചെയ്യണം. ഞാൻ എനിക്ക് തോന്നണില്ല ഈ കുടുംബരോഗി എന്തെങ്കിലും മായം കാണിച്ച് അമ്മ ആരെ വല്ലതും ചെയ്തു വെച്ച് എന്നെ ചെയ്തു വെച്ചോ, അല്ലെ ആരെങ്കിലും ചെയ്തു വെച്ച് ഇവൻ വെളിയിൽ ഇറങ്ങാന്ന് എനിക്കറിഞ്ഞൂടാ. 2025 സെപ്റ്റംബർ 27 ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്നാണ് അന്നത്തെ ഫോർട്ട് CI EK സാബുവിന്റെ പ്രത്യേക സ്ക്വാഡ് മോഷണക്കുറ്റം ആരോപിച്ച് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. ആക്രിക്കടയിലെ ജീവനക്കാരനായിരുന്ന ഉദയകുമാറിന് നേരെ മാരകമായ 3-ാം മുറയാണ് പോലീസ് പ്രയോഗിച്ചത്. പോലീസുകാരായ ജിതകുമാറും ശ്രീകുമാറും ചേർന്ന് GI പൈപ്പ് കൊണ്ട് തുടയിൽ മാരകമായി അടിക്കുകയും ഉരുട്ടുമുറ പ്രയോഗിക്കുകയും ചെയ്തതായാണ് കേസ്. കൊടിയ പീഡനത്തെ തുടർന്ന് രാത്രി 8 മണിയോടെ ഉദയകുമാർ മരിച്ചു. തുടർന്ന് SI അജിത് കുമാറും CI EK സാബുവും ചേർന്ന് ഗൂഢാലോചന നടത്തി കള്ളക്കേസ് ചാർജ് ചെയ്തു. പ്രതികൾ തയ്യാറാക്കിയ FIR ASI രവീന്ദ്രൻ നായർക്കും ഹീരാലാലിനും കൈമാറി. റൈറ്റർ മധുസൂദനനെ ഭീഷണിപ്പെടുത്തി അറസ്റ്റ് കാർഡും തയ്യാറാക്കി. പീഡനത്തിനുപയോഗിച്ച ആയുധങ്ങളെല്ലാം മാറ്റി. വഴിയരികിൽ പരിക്കേറ്റ് കിടന്ന ഉദയകുമാറിനെ രാത്രി 8 മണിയോടെ സ്റ്റേഷനിൽ കൊണ്ടുവന്നുവെന്ന് രേഖകളുണ്ടാക്കി. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് മരണത്തിന് 3-ാം ദിവസം RDOയുടെ സാന്നിധ്യത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മർദ്ദനത്തിന്റെ ഭീകരത പുറത്തുവന്നത്. 2005 ഒക്ടോബർ 5-ന് ക്രൈംബ്രാഞ്ചും 2007 ഒക്ടോബർ 17-ന് CBIയും അന്വേഷണം ഏറ്റെടുത്തു. വിചാരണയ്ക്കിടയിൽ പല സാക്ഷികളും കൂറുമാറി. കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ 5 പോലീസുകാരിൽ K. ജിതകുമാറിനും SV ശ്രീകുമാറിനും 2018 ജൂലൈ 25-ന് വധശിക്ഷ വിധിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ അടക്കം 5 പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടതിനെതിരെ നിയമയുദ്ധം തുടരാനാണ് കുടുംബത്തിന് നിയമസഹായം നൽകുന്നവരുടെ തീരുമാനം. News 18 കൊച്ചി, തിരുവനന്തപുരം.